കുട്ടികളുടെ ഏർലി ഡെവലപ്മെന്റ് ടൈമിൽ മൈക്രോബ്സുമായിട്ടുള്ള എക്സ്പോഷർ വളരെയധികം ഇമ്പോർട്ടൻ്റ് ആണ് അവരുടെ ഇമ്മ്യൂണിറ്റി പവറിനെ ഇൻക്രീസ് ചെയ്യിക്കാൻ വേണ്ടി. സോ ഇനി നമുക്ക് നോക്കാം എങ്ങനെ ഈ കുട്ടികളിൽ ഈ മൈക്രോബിയൽ എക്സ്പോഷർ നമുക്ക് കൂട്ടാൻ കഴിയും. ഈ സ്റ്റെപ്സ് ഒക്കെ എക്സ്പ്ലെയിൻ ചെയ്യുന്നതിന് മുമ്പ് എല്ലാം വളരെ കൺട്രോൾഡ് ആയിട്ടുള്ള രീതിയിലായിരിക്കും. മൈക്രോബിയൽ എക്സ്പോഷർ കൂട്ടാൻ വേണ്ടി കുട്ടികളെ വിളപ്പിൻശാലയെ കൊണ്ടിടാനല്ല പറഞ്ഞു വരുന്നത്. നമുക്കറിയാലോ, അമിതമായാൽ എന്തും വിഷം തന്നെയാണ്. സോ പേരൻസ് ആയിട്ടുള്ള നിങ്ങൾ അതിനെ ഒരു ഇച്ചിരി കൺട്രോൾഡ് ആയിട്ട് മുൻപോട്ട് കൊണ്ടുപോകണമെന്ന് മാത്രം. സോ ദ ഫസ്റ്റ് വൺ, ഇൻക്രീസ് എക്സ്പോഷർ ടു ദ നേച്ചർ. പ്രകൃതിയുമായിട്ട് ഇടപഴകുവാൻ നിങ്ങളുടെ കുട്ടികളെ കൂടുതലായിട്ട് അനുവദിക്കുക. രണ്ടാമതായിട്ട്, അലൗ ദം ടു പ്ലേ വിത്ത് പെറ്റ്സ്. നിങ്ങളുടെ വീട്ടിൽ പെറ്റ്സ് ഒക്കെ ഉണ്ടെങ്കിൽ, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഒരു പെറ്റിനെ വാങ്ങാൻ കഴിയുമെങ്കിൽ, എക്സ്പെഷ്യലി ഡോഗ്സ്, ഇതൊക്കെ ആയിട്ട് നിങ്ങളുടെ കുട്ടികളെ ഇടപഴകുവാൻ വേണ്ടി വിടുക. നിങ്ങളുടെ വീട്ടിൽ കോഴികളൊക്കെ ഉണ്ടെങ്കിൽ രാവിലെ അവർക്ക് തീറ്റ കൊടുക്കാനായിട്ട് കുഞ്ഞുങ്ങളെ പറഞ്ഞു വിടുക. സോ ഇങ്ങനെയുള്ള ചെറിയ ചെറിയ കാര്യങ്ങൾ നമ്മൾ ചെയ്യുമ്പോൾ ഈ നമ്മുടെ നേച്ചറും അതുപോലെ തന്നെ ഈ പെറ്റ്സ് ആയിട്ടുള്ള ആനിമൽസും ഒക്കെ നമ്മുടെ കുട്ടികളുടെ ഇമ്മ്യൂൺ സിസ്റ്റത്തിനെ വളർത്തുവാൻ കഴിയുന്ന നല്ല മൈക്രോബ്സിനെ അവരുടെ ബോഡിക്ക് പ്രസന്റ് ചെയ്ത് കൊടുക്കുകയാണ്. മൂന്നാമതായിട്ട്, അവോയ്ഡ് ഹൈപ്പർ സ്റ്റെറിലൈസേഷൻ ഓഫ് യുവർ ഹൗസ് ആൻഡ് ദെയർ ടോയ്സ്. പല പേരൻസും തിളപ്പിച്ച വെള്ളത്തിലൊക്കെ ഇട്ടാണ് പല കുട്ടികളുടെയും ടോയ്സ് വരെ കഴുകുന്നത്. പലർക്കും ഒരു കുട്ടി ജനിച്ചാൽ തന്നെ ഒരു വൃത്തി പ്രാന്ത് തന്നെ വരുന്നതായിട്ട് കണ്ടിട്ടുണ്ട്. ഞാനൊന്ന് പറയട്ടെ, മറ്റേ പരിസ്ഥിതി പറയുന്ന പോലെ 99.9% കീടാണുക്കളെ നമുക്ക് കൊല്ലേണ്ട ആവശ്യമില്ല. അങ്ങനെ കൊല്ലുകയാണെങ്കിൽ നമ്മൾ അതിൻ്റെ കൂട്ടത്തിൽ ഇല്ലാതാക്കുന്നത് നമ്മുടെ കുഞ്ഞുങ്ങളുടെ ഇമ്മ്യൂൺ പവറിനെ കൂടെയാണ്. ഹൗസും ടോയ്സും ഒക്കെ നിങ്ങൾ ക്ലീൻ ചെയ്യുന്നത് എങ്ങനെയായിരുന്നു ഒരു കുട്ടി വരുന്നതിന് മുമ്പ് നിങ്ങൾ നിങ്ങളുടെ വീടും പരിസരമൊക്കെ വൃത്തിയാക്കിയിരുന്നത്, അതുപോലെ തന്നെ മതി ഒരു കുട്ടി വന്നതിന് ശേഷം. അല്ലാതെ സ്പെഷ്യൽ മോഡിഫിക്കേഷൻ നമ്മൾ കൊണ്ടുവരേണ്ട ആവശ്യമൊന്നുമില്ല. ഇനി ആൻഡ് ദ ഫൈനൽ സ്റ്റെപ്പ്, ഇറ്റ് ഈസ് വെരി മച്ച് ഇമ്പോർട്ടൻറ്റ്, കുട്ടികളുടെ സ്ട്രെസ്സും ഫിയറും കുറയ്ക്കുക. പലരും പറഞ്ഞ് കേട്ടിട്ടുണ്ട് ഇവരെ നല്ല രീതിയിൽ വളർത്താൻ വേണ്ടി വിരട്ടിയും സ്ട്രെസ് കൊടുത്തും ഒക്കെ വളർത്താൻ വേണ്ടി. പക്ഷെ ആക്ച്വലി നമ്മളിത് വെളിയിൽ നിന്ന് കൊടുക്കുമ്പോൾ, അല്ലെങ്കിൽ ഒരു കുട്ടിയെ നമ്മൾ വളരെയധികം പേടിപ്പിക്കുമ്പോൾ, അല്ലെങ്കിൽ അവരെ സ്ട്രെസ്സിലൂടെ വിടുമ്പോൾ നമ്മൾ കാണുന്നില്ല, അറിയുന്നില്ല അവരുടെ ഉള്ളിൽ എന്തൊക്കെ ചേഞ്ചാണ് നടക്കുന്നതെന്ന്. ഒരു കുട്ടി സ്ട്രെസ്സിലൂടെ അല്ലെങ്കിൽ ഫിയറിലൂടെ പോകുമ്പോൾ അവരുടെ ഉള്ളിൽ സ്ട്രെസ് ആൻഡ് ഫിയർ കെമിക്കൽസ് പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. ഇത് ഇവരുടെ മെന്റൽ ഫിസിക്കൽ ഡെവലപ്മെന്റിനെ വളരെയധികം നെഗറ്റീവ്ലി ബാധിക്കുന്ന ഒരു സംഭവമാണ്. സോ ഒരു കോൺസ്റ്റന്റ് ആയിട്ട് സ്ട്രെസ്, ഫിയർ, ഇങ്ങനെയുള്ള ഇമോഷനിലൂടെ കുട്ടികളെ വിടാതിരിക്കും. സോ ഫൈനലി, നമ്മൾ മനുഷ്യരെ സംബന്ധിച്ച് നമ്മളുടെ ഏറ്റവും വലിയൊരു ട്രഷറാണ് നമ്മുടെ ഫിസിക്കൽ ആൻഡ് മെന്റൽ ബീയിങ് എന്ന് പറയുന്നത്. ഇതിന്റെ രണ്ടിന്റെയും അടിസ്ഥാനപ്പെടുന്നത് നമ്മുടെ ചെറിയ പ്രായത്തിലാണ്. സോ ഗ്രാൻഡ് ദം എ ലിറ്റിൽ മോർ ഫ്രീഡം ഇൻ നേച്ചർ ടു ഗ്രോ സ്ട്രോങ്ങർ.